സ്പീക്കർ എന്ന് പറഞ്ഞ ഒരു കോന്തനെ അവിടെ ഇരുത്തല്ലേ? നാണോ മാനോ ഉണ്ടോ ഇവന്മാർക്ക് ആർക്കെങ്കിലും? സർ എന്ന് പറഞ്ഞിട്ട് എന്താണ് അയാൾക്ക് ഈ സെറ് കൂടുന്നത്? ഏറ്റവും നല്ല സന്യാസിയായിട്ടിരുന്ന ഒരുത്തനായിട്ടാണ് ഗാന്ധിയെ കാണിച്ചിട്ടുള്ളത്. സന്യാസിമാരുടെ ജീവിതവും സന്യാസിമാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സന്യാസിയായിട്ടിരുന്ന ഒരുത്തനായിട്ടാണ് ഗാന്ധിയെ കാണിച്ചിട്ടുള്ളത്. വളരെ ലളിതമായ കാര്യങ്ങളെല്ലാം ചെയ്തത്, വളരെ ലളിത ജീവിതം നയിച്ചെന്ന് പറഞ്ഞാൽ ഇരുന്നത് മുഴുവൻ കൊട്ടാരത്തിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടും വളരെ ചെലവ് കൂടിയ ലാളിത്യമാണ്. അതൊന്നും അല്ല നമ്മൾ പറയുന്നത്. അത് ലാളിത്യമല്ല. അതൊന്നും നമ്മുടെ മോഡലല്ല. നാരായണ ഗുരു നമ്മുടെ മോഡലല്ല. നാട്ടുകാരെല്ലാരും കൂടെ കൊടുത്തേ പറ്റൂ, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. അങ്ങനത്തെ മാതൃകാ പുരുഷന്മാരുണ്ടാകണ്ട. ജനാധിപത്യത്തിനകത്ത് ജനപ്രതിനിധികളേ ഉള്ളൂ, മാതൃകാ പുരുഷന്മാരെ ആവശ്യമേ ഇല്ല. അതൊക്കെ പഴയ കാലത്ത് രാജാക്കന്മാർ നാട് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൈഡ് വിറ്റായിട്ട് നിന്നിരുന്നവരാണ് ഈ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെന്ന് പറയുന്നത്. സൈഡ് വിറ്റ. അപ്പോൾ അവർ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടി അഭിനയിച്ചിരുന്നതൊക്കെ മൂല്യമാകേണ്ട കാര്യം നമുക്കില്ല. ജനപ്രതിനിധികൾക്ക് ശമ്പളം വയ്ക്കും, അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ആനുകൂല്യം. ഇതിന് പുറത്ത് അവർ അഴിമതി ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള ചർച്ച വേറെയാ. അത് നിങ്ങളുടെ ഏത് ഉദ്യോഗസ്ഥന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുത്തതിന് ശേഷം കിമ്പളം മേടിക്കുമ്പോഴാണല്ലോ നമ്മൾ വിലക്കിടുന്നത്. തീർച്ചയായിട്ടും അത്രയാണ് ശമ്പളം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് രാഷ്ട്രീയക്കാരൻ. അങ്ങനെയാണെങ്കിൽ പോലും പരമോന്നത നീതിപീഠത്തെ പോലും വിലക്കെടുക്കാൻ പരമോന്നത എന്ന് പറയുന്ന വരി പറയുമ്പോൾ തന്നെ മനസ്സിലായിക്കണം, അത് ഈ ജനാധിപത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കോടതിയാണ്. കൊള്ളാത്ത കോടതികളാണോ? ജനാധിപത്യ കോടതികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള സമ്പ്രദായമുള്ള കോടതികൾ ഉണ്ടാകേണ്ടത്, ഭരണ സംസ്കാരം നമുക്ക് ഉണ്ടാകേണ്ടത്. നമുക്ക് ഈ മേപ്പോട്ട് പോകുന്ന ഈ സംവിധാനമല്ല. അത് രാജാവിനെ മാറ്റി എന്നുള്ളതല്ല, അത് അതിന്റെ സിസ്റ്റം ഒരെണ്ണം പോലും നമ്മൾ മാറ്റം വന്നിട്ടില്ല. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരാണ്, കൊള്ളാത്തവരാണെന്ന് കണ്ടുപിടിക്കുന്ന യുക്തിയല്ല. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയവരേ ഇവിടെ രാഷ്ട്രീയക്കാരുള്ളൂ. 1947 ഓഗസ്റ്റ് 15 ശേഷം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം വലിയ വ്യത്യാസമൊന്നും വലിയ വ്യത്യാസമല്ല. വ്യത്യാസങ്ങളെ പറ്റി അറിഞ്ഞുകൂടാത്തവർ തന്നെയാണ് എല്ലാവരും. അത് രാഷ്ട്രീയക്കാരുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. നമുക്കെല്ലാം ആ തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ ഇതുവരെ പൗരബോധമുള്ള മനുഷ്യരായി മാറാനോ അല്ലെങ്കിൽ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കാനുള്ള വിദ്യാഭ്യാസമോ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ പറയുന്ന പ്രശ്നം ഉണ്ടാകുന്നത്. നാടിനകത്ത് പൗരന് ഉത്തരവാദിത്വമുണ്ട്, അവകാശമുണ്ട്, കടമയുണ്ട്. രാജാവിൻ്റെ പ്രജയ്ക്ക് ഇത് മൂന്നും ആവശ്യമില്ല. അനുസരണയും അച്ചടക്കവും ആണ് അവർക്ക് ആവശ്യം. പിന്നെന്താണ്? ലോയൽറ്റി. എന്ത് വന്നാലും ഞാൻ രാജാവിന് വേണ്ടി ജീവിക്കുമെന്ന് പറയുന്നതാണ് അവരുടെ ആദ്യത്തെ മൂല്യം. പറഞ്ഞാൽ അനുസരിക്കുകയാണ്. അവരൊക്കെ എന്നുള്ളതല്ല, അവരതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രാജാവിൻ്റെ മൂല്യമാണ്. അത് രാഷ്ട്രീയക്കാർക്ക് വേണം വേണ്ട എന്നുള്ളതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ അത് തന്നെ പഠിപ്പിക്കും. വീട്ടിൽ അമ്മയും അച്ഛനും പറയുന്ന ആദ്യത്തെ വരിയാണ് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല. അതിനകത്ത് ഒരു വെച്ചിട്ടില്ലേ, ഒരു എന്താണ് പഠിപ്പിക്കുന്ന സ്ഥലം, പൂജാമുറി എന്ന് പറഞ്ഞാൽ ഒരു ശക്തിക്ക് മുമ്പ് കീഴടങ്ങാൻ. ഒരിക്കലും നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. അത് നല്ലതാണെങ്കിൽ പിന്നെ രാജാവിനെ എന്തിനാ മാറ്റിയത്? അല്ല, ഒരു കണക്കിന് ദൈവം ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ഒരു ചർച്ചയില്ല. ആ ഭയപ്പെട്ട് ജീവിക്കുന്ന ജീവിയെ വേണ്ട എന്നുള്ളതാണ് ജനാധിപത്യം. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് വിഷയം മനസ്സിലായി. ആ ശക്തിയിൽ നിന്ന് അത് തന്നെയാണ് ഈ ശക്തിയെ പേടിപ്പിച്ച് വളർത്തുന്ന അടിമകളെ സൃഷ്ടിച്ചിരിക്കുന്ന, അടിയാളരെ സൃഷ്ടിച്ചിരിക്കുന്ന മൂല്യമല്ല നമുക്ക് വേണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കുറച്ച് തെറ്റുകൾ നിന്നെങ്കിലും തെറ്റല്ല. കൊലപാതകം, മോഷണം, അങ്ങനെയുള്ള കൊലപാതകവും മോഷണവും ഒക്കെ ആളെ കൊല്ലുന്നതിന് രാജാവ് പഠിപ്പിച്ചിരുന്നാണല്ലോ. തീർച്ചയായിട്ടും പട്ടാള തീർത്തതല്ലേ? ഇന്നത്തെ ഉണ്ടാക്കിയിരിക്കുന്ന ഗവൺമെന്റിനും പട്ടാളം ഉണ്ടല്ലോ. പിന്നെ നിന്നെ കൊല്ലുന്നതിനെ പറ്റി ഇത്ര വിഷമം എന്താ? പിന്നെന്താ വ്യത്യാസം? അതാ പറഞ്ഞ ആളുകളെ ഞാൻ വേറെ ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് അവിടെ പോയിട്ട് മോഷ്ടിക്കാനല്ലയോ ഈ പട്ടാളക്കാരെ ഉണ്ടാക്കുന്നത്? വെട്ടാനും വെടിവെക്കാനും അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കൊല്ലാനും അല്ലേ പഠിപ്പിക്കുന്നത്? പിന്നെന്താ വ്യത്യാസം? രാജാവ് പഠിപ്പിച്ച കഴിവ് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കൃത്യമായിട്ട് പറഞ്ഞ അതിരുകളുടെ ആവശ്യം എന്താണ് ഈ അതിര്? അതിരെന്തിനാണ് ഈ രാജ്യത്തിനകത്തൊക്കെ? അതിരെന്താണ്? ഇവിടെ ഈ തിരുവിതാംകൂറിന് അതിരില്ലായിരുന്നു. എന്താ ഇപ്പൊ അത് സൂക്ഷിക്കാത്ത? എന്താ ഇത്ര വലിയ സംഭവമായിരുന്നു എന്നുണ്ടെങ്കിൽ അതെന്താ സൂക്ഷിക്കാത്ത? ഇവിടെ ഒരു കിഴക്കേക്കോട്ടയില്ലേ, അതിലൂടെ ഇപ്പൊ എന്താ പോകുന്നത്? ഓട്ടോറിക്ഷയും ബസ്സും കാറും അല്ലേ പോകുന്നത്? പണ്ട് പോകാൻ പറ്റുമായിരുന്നു.
കോട്ടവാതിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ അനുമതി വേണം. അനുമതി വേണം. പിന്നെ ഇതിനായിരുന്നു ഇത് വലിയ ഭയങ്കര എന്താ പറഞ്ഞാൽ സാക്രോസാങ്ക്ട് എന്നാണ് അതിർത്തി. എന്താണ് ഇത്രയും വലിയ അതിർത്തി വലിയ സാധനമായിരുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ അത് അല്ലാതായിപ്പോയത്? മനുഷ്യനിർമ്മിതമായ അതിർത്തിയേ ഉള്ളൂ, അല്ലാതെ അതിർത്തിയില്ല. അല്ലാതെ ഒരു രാജ്യത്തിന് അതിർത്തിയൊന്നുമില്ല. നമ്മളത് ബലപ്പെടുത്തുന്നത് വഴിയാണ് അന്യരുണ്ടാകുന്നത്. ഇയാൾ ഇന്ത്യക്കാരനല്ലേ? പിന്നെ മുല്ലപ്പെരിയാർ വരുമ്പോൾ വഴക്കിടുന്ന എന്താ? അപ്പൊ ഇയാൾ മലയാളിയാവും. അപ്പൊ ഇന്ത്യക്കാരനല്ലല്ലോ. അത് തന്നെയാണ് ഞാൻ ആകെ പറയുന്നത്. ഇയാളുടെ ചോദ്യങ്ങൾ പറയുന്ന ചോദ്യത്തിന്റെ എല്ലാ വശങ്ങളും എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ ആരംഭിച്ചത് അവിടെ നമ്മൾ പോയിട്ടില്ല. ഇവിടെ ഇപ്പോഴും പ്രജയായിരുന്നാണ് ഈ പറയുന്നത്, തെറ്റെന്ന് പറയുന്നത്, അന്യ കൊല്ലുന്നെന്ന് പറയുന്നത്. ആളുകളെ ഒന്നും കൊല്ലേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അപ്പോഴും പട്ടാളം ഉണ്ടാക്കുന്നില്ലേ? അതാണ് ശീലം എന്ന് പറയുന്നത്.